ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഓത്തുപ്പെടുമാറാകട്ടെ. വേദപുസ്തകം ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കുന്ന പദ്ധതിയാണിത്. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 34-ാമത്തെ ദിവസം. നമുക്ക് വേദഭാഗ വായനയിലേക്ക് പ്രവേശിക്കാം. ലേവ്യ പുസ്തകം 7-ാമത്തെ അധ്യായം. അകൃത്യയാഗത്തിൻ്റെ പ്രമാണമാവിത്. അത് അതിവിശുദ്ധം. ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വച്ച് അകൃത്യയാഗമൃഗത്തെയും അറുക്കണം. അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അതിൻ്റെ സകല മേധസ്സും, തടിച്ച വാലും, കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും, മൂത്രപിണ്ഡം രണ്ടും, അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും, മൂത്രപിണ്ഡങ്ങളോടുകൂടെ കരളിന്മേലുള്ള വപയും എടുത്ത് പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കണം. അത് അകൃത്യയാഗം. പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നേണം. ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നേണം. അത് അതിവിശുദ്ധം. പാപയാഗം പോലെ തന്നെ അകൃത്യയാഗവുമാകുന്നു. അവയ്ക്ക് പ്രമാണവും ഒന്ന് തന്നെ. പ്രായശ്ചിത്തം കഴിക്കുന്ന പുരോഹിതന് അതിരിക്കണം. പുരോഹിതൻ ഒരുത്തൻ്റെ ഹോമയാഗം അർപ്പിക്കുമ്പോൾ അർപ്പിച്ച പുരോഹിതന് ഹോമയാഗമൃഗത്തിൻ്റെ തോൽ ഇരിക്കണം. അടുപ്പത്ത് വെച്ച് ചുടുന്ന ഭോജനയാഗമൊക്കെയും ഉരുളിയിലും ചട്ടിയിലും ഉണ്ടാക്കുന്നതൊക്കെയും അർപ്പിക്കുന്ന പുരോഹിതന് ഇരിക്കണം. എണ്ണ ചേർത്തതോ ചേർക്കാത്തതോ ആയ സകല ഭോജനയാഗവും അഹരോന്റെ സകല പുത്രന്മാർക്കും ഒരുപോലെ ഇരിക്കണം. യഹോവയ്ക്ക് അർപ്പിക്കുന്ന സമാധാനയാഗത്തിൻ്റെ പ്രമാണമാവിത്. അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നുവെങ്കിൽ അവൻ സ്തോത്രയാഗത്തോടുകൂടെ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എണ്ണ ചേർത്ത് കുതിർത്ത നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ ദോശകളും അർപ്പിക്കണം. സ്തോത്രമായുള്ള സമാധാനയാഗത്തോടുകൂടെ പുളിച്ച മാവ് കൊണ്ടുള്ള ദോശകളും ഭോജനയാഗമായി അർപ്പിക്കണം. ആ എല്ലാ വഴിപാടിലും അതത് വകയിൽ നിന്ന് ഓരോന്ന് യഹോവയ്ക്ക് നിരജനാർപ്പണമായിട്ട് അർപ്പിക്കണം. അത് സമാധാന യാഗത്തിൻ്റെ രക്തം തളിക്കുന്ന പുരോഹിതനിരിക്കണം. എന്നാൽ സ്തോത്രമായുള്ള സമാധാനയാഗത്തിൻ്റെ മാംസം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ തിന്നേണം. അതിൽ ഒട്ടും പ്രഭാതം വരെ ശേഷിപ്പിക്കരുത്. അർപ്പിക്കുന്ന യാഗം ഒരു നേർച്ചയോ സ്വമേധ ദാനമോ ആകുന്നുവെങ്കിൽ യാഗം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ അത് തിന്നേണം. അതിൽ ശേഷിപ്പുള്ളത് പിറ്റേനാളും തിന്നാം. യാഗമാംസത്തിൽ 3-ാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിലിട്ട് ചുട്ടുകളയണം. സമാധാനയാഗത്തിൻ്റെ മാംസത്തിൽ ഏതാനും 3-ാം ദിവസം തിന്നാൽ അത് പ്രസാദമായിരിക്കില്ല. അർപ്പിക്കുന്നവന് കണക്കിടുകയുമില്ല. അത് അറപ്പായിരിക്കും. അത് തിന്നുന്നവൻ കുറ്റം വഹിക്കണം. ശുദ്ധിയില്ലാത്ത വല്ലതിനെയും തൊട്ടുപോയ മാംസം തിന്നരുത്. അത് തീയിലിട്ട് ചുട്ടുകളയണം. ശേഷം മാംസമോ ശുദ്ധിയുള്ളവനെല്ലാം തിന്നാം. എന്നാൽ അശുദ്ധി തൻ്റെ മേൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും യഹോവയ്ക്കുള്ള സമാധാനയാഗങ്ങളുടെ മാംസം തിന്നാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. മനുഷ്യൻ്റെ അശുദ്ധിയെയോ അശുദ്ധ മൃഗത്തെയോ ശുദ്ധിയില്ലാത്ത വല്ല അറപ്പിനെയോ ഇങ്ങനെ ശുദ്ധിയില്ലാത്ത യാതൊന്നിനെയും ആരെങ്കിലും തൊട്ടിട്ട് യഹോവയ്ക്കുള്ള സമാധാന യാഗങ്ങളുടെ മാംസം തിന്നാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ചെമ്മരിയാട്ടിൻ്റെയോ കോലാട്ടിൻ്റെയോ കാളയുടെയോ മേധസ് നിങ്ങൾ അശേഷം തിന്നരുത്. താനേ ചത്തതിൻ്റെ മേധസ്സും പറിച്ചു കീറിപ്പോയതിൻ്റെ മേധസ്സും മറ്റെന്തിനേയും കൊള്ളിക്കാം. തിന്നുക മാത്രം അരുത്. യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിച്ച മൃഗത്തിൻ്റെ മേധസ് ആരെങ്കിലും തിന്നാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ എങ്ങും യാതൊരു പക്ഷിയുടെയും മൃഗത്തിൻ്റെയും രക്തം നിങ്ങൾ ഭക്ഷിക്കരുത്. വല്ല രക്തവും ഭക്ഷിക്കുന്നവനെ എല്ലാം അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, യഹോവയ്ക്ക് സമാധാന യാഗം അർപ്പിക്കുന്നവൻ തൻ്റെ സമാധാന യാഗത്തിൽ നിന്ന് യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരണം. സ്വന്തം കൈയാൽ അവൻ അത് യഹോവയുടെ ദഹനയാഗമായി കൊണ്ടുവരണം. യഹോവയുടെ സന്നിധിയിൽ നിരജനാർപ്പണമായി നിരാജനം ചെയ്യേണ്ടതിന് നെഞ്ചോടുകൂടെ മേധസ്സും കൊണ്ടുവരണം. പുരോഹിതൻ മേധസ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. എന്നാൽ നെഞ്ച് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം. നിങ്ങളുടെ സമാധാനയാഗങ്ങളിൽ വലത്തെ കൈക്കുറക്
ഉദർച്ചാർപ്പണത്തിനായി നിങ്ങൾ പുരോഹിതന്റെ പക്കൽ കൊടുക്കണം. അഹരോന്റെ പുത്രന്മാരിൽ സമാധാന യാഗങ്ങളുടെ രക്തവും മേധസ്സും അർപ്പിക്കുന്നവന് തന്നെ. വലത്തെ കൈക്കുറക് ഓഹരിയായിരിക്കണം. ഇസ്രായേൽ മക്കളുടെ സമാധാന യാഗങ്ങളിൽ നിന്ന് നിരാജനത്തിൻ്റെ നെഞ്ചും ഉദർച്ചയുടെ കൈക്കുറകും ഞാനെടുത്ത് പുരോഹിതനായ അഹരോനും പുത്രന്മാർക്കും ഇസ്രായേൽ മക്കളിൽ നിന്നുള്ള ശാശ്വത അവകാശമായി കൊടുത്തിരിക്കുന്നു. ഇത് അഹരോനെയും പുത്രന്മാരെയും യഹോവയ്ക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പ്രതിഷ്ഠിച്ച നാൾ മുതൽ യഹോവയുടെ ദഹനയാഗങ്ങളിൽ നിന്ന് അഹരോനുള്ള ഓഹരിയും അവൻ്റെ പുത്രന്മാർക്കുള്ള ഓഹരിയും ആകുന്നു. ഇസ്രായേൽ മക്കൾ അത് അവർക്ക് കൊടുക്കണമെന്ന് താൻ അവരെ അഭിഷേകം ചെയ്ത നാളിൽ യഹോവ കൽപ്പിച്ചു. അതവർക്ക് തലമുറ തലമുറയായി ശാശ്വത അവകാശമാകുന്നു. ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, കരപൂരണയാഗം, സമാധാനയാഗം എന്നിവയെ സംബന്ധിച്ചുള്ള പ്രമാണം ഇതുതന്നെ. യഹോവയ്ക്ക് തങ്ങളുടെ വഴിപാടുകൾ കഴിപ്പാൻ അവൻ ഇസ്രായേൽ മക്കളോട് സീനായ് മരുഭൂമിയിൽ വെച്ച് അരുളി ചെയ്ത നാളിൽ യഹോവ മോശയോട് സീനായ് പർവ്വതത്തിൽ വെച്ച് ഇവ കൽപ്പിച്ചു. ലേവ്യ പുസ്തകം 8-ാമത്തെ അധ്യായം. യഹോവ പിന്നെയും മോശയോട്, നീ അഹരോനെയും അവനോടുകൂടെ അവൻ്റെ പുത്രന്മാരെയും വസ്ത്രം, അഭിഷേക തൈലം, പാപയാഗത്തിനുള്ള കാള, 2 ആട്ടുകൊറ്റന്മാർ, കുട്ടയിൽ പുളിപ്പില്ലാത്ത അപ്പം എന്നിവയുമായി കൊണ്ടുവരികയും സഭയെ മുഴുവൻ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൂട്ടുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശെ ചെയ്തു. സഭ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വന്നുകൂടി. മോശെ സഭയോട് യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു എന്ന് പറഞ്ഞു. മോശെ അഹരോനെയും പുത്രന്മാരെയും അടുക്കൽ വരുത്തി അവരെ വെള്ളം കൊണ്ട് കഴുകി. അവനെ ഉള്ളങ്കി ഇടുവിച്ചു, നടുക്കെട്ട് കെട്ടിച്ച്, അങ്കി ധരിപ്പിച്ച്, ഏഫോദ് ഇടുവിച്ച്, ഏഫോദിൻ്റെ ചിത്രപ്പണിയായ നടുക്കെട്ട് കെട്ടിച്ച് അതിനാൽ അത് മുറുക്കി. അവനെ പതക്കം ധരിപ്പിച്ചു. പതക്കത്തിൽ ഊറീമും തുമ്മീമും വച്ചു. അവൻ്റെ തലയിൽ മുടി വച്ചു. മുടിയുടെ മേൽ മുൻവശത്ത് വിശുദ്ധ കിരീടമായ പൊൻപട്ടം വച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശെ അഭിഷേക തൈലം എടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. അതിൽ കുറെ അവൻ യാഗപീഠത്തിന്മേൽ 7 പ്രാവശ്യം തളിച്ചു. യാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. അവൻ അഹരോന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. മോശെ അഹരോന്റെ പുത്രന്മാരെ വരുത്തി അങ്കി ധരിപ്പിച്ചു, നടുക്കെട്ട് കെട്ടിച്ചു, തലപ്പാവും ഇടുവിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ പാപയാഗത്തിനുള്ള കാളയെ കൊണ്ടുവന്നു. പാപയാഗത്തിനുള്ള കാളയുടെ തലയിൽ അഹരോനും പുത്രന്മാരും കൈവച്ചു. അവൻ അതിനെ അറുത്തു. മോശെ അതിൻ്റെ രക്തം എടുത്ത് വിരൽ കൊണ്ട് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടി യാഗപീഠം ശുദ്ധീകരിച്ചു. ശേഷം രക്തം യാഗപീഠത്തിൻ്റെ ചുവട്ടിലൊഴിച്ചു. അതിനുവേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് അതിനെ ശുദ്ധീകരിച്ചു. കുടലിൽ മേലുള്ള സകല മേധസ്സും കരളിൽ മേലുള്ള വപയും മൂത്രപിണ്ഡവും 2 അവയുടെ മേധസ്സും മോശെ എടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. എന്നാൽ കാളയെയും അതിൻ്റെ തോൽ, മാംസം, ചാണകം എന്നിവയെയും അവൻ പാളയത്തിന് പുറത്ത് തീയിലിട്ട് ചുട്ടുകളഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ ഹോമയാഗത്തിനുള്ള ആട്ടുകൊറ്റനെയും കൊണ്ടുവന്നു. അഹരോനും പുത്രന്മാരും ആട്ടുകൊറ്റൻ്റെ തലയിൽ കൈവച്ചു. അവൻ അതിനെ അറുത്തു. മോശെ അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. ആട്ടുകൊറ്റനെ ഖണ്ഡം ഖണ്ഡമായി ഖണ്ഡിച്ചു. മോശെ തലയും ഖണ്ഡങ്ങളും മേധസ്സും ദഹിപ്പിച്ചു. അവൻ അതിൻ്റെ കുടലും കാലും വെള്ളം കൊണ്ട് കഴുകി. മോശെ ആട്ടുകൊറ്റനെ മുഴുവനും യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. ഇത് സൗരഭ്യവാസനയായ ഹോമയാഗമായി യഹോവയ്ക്കുള്ള ദഹനയാഗം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ കരപൂരണത്തിനുള്ള ആട്ടുകൊറ്റനായ മറ്റേ ആട്ടുകൊറ്റനെയും കൊണ്ടുവന്നു. അഹരോനും പുത്രന്മാരും ആട്ടുകൊറ്റൻ്റെ തലയിൽ കൈവച്ചു. അവൻ അതിനെ അറുത്തു. മോശെ അതിൻ്റെ രക്തം കുറെയെടുത്ത് അഹരോന്റെ വലത്തെ കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരലിന്മേലും വലത്തെ കാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടി. അവൻ അഹരോന്റെ പുത്രന്മാരെയും വരുത്തി. മോശെ രക്തം കുറെ അവരുടെ
വലത്തെ കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരലിന്മേലും വലത്തെ കാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടി. ശേഷം രക്തം മോശെ യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. മേധസ്സും തടിച്ച വാലും കുടലിന്മേലുള്ള സകല മേധസ്സും കരളിന്മേലുള്ള വപയും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേധസ്സും വലത്തെ കൈക്കുറകും അവനെടുത്തു. യഹോവയുടെ സന്നിധിയിലുള്ള പുളിപ്പില്ലാത്ത അപ്പം ഇരിക്കുന്ന കുട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരു അപ്പവും എണ്ണയപ്പമായ ഒരു ദോശയും ഒരു വടയും എടുത്തു. മേധസ്സിന്മേലും കൈക്കുറകിന്മേലും വച്ചു. അവയൊക്കെയും അഹ്റോന്റെ കയ്യിലും അവൻ്റെ പുത്രന്മാരുടെ കയ്യിലും വെച്ച് യഹോവയ്ക്ക് നിരാജനം ചെയ്തു. പിന്നെ മോശെ അവയെ അവരുടെ കയ്യിൽ നിന്നെടുത്ത് യാഗപീഠത്തിന്മേൽ യാഗത്തിന്മീതെ ദഹിപ്പിച്ചു. ഇത് സൗരഭ്യവാസനയായ കരപൂരണയാഗം, യഹോവയ്ക്കുള്ള ദഹനയാഗം തന്നെ. മോശെ അതിൻ്റെ നെഞ്ചെടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിരജനാർപ്പണയാഗമായി നിരാജനം ചെയ്തു. അത് കരപൂരണത്തിൻ്റെ ആട്ടുകൊറ്റനിൽ മോശയ്ക്കുള്ള ഓഹരിയായിരുന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശെ അഭിഷേക തൈലവും യാഗപീഠത്തിന്മേലുള്ള രക്തവും കുറേശ്ശെ എടുത്ത് അഹ്റോന്റെ മേലും അവൻ്റെ വസ്ത്രത്തിന്മേലും അവൻ്റെ പുത്രന്മാരുടെ മേലും പുത്രന്മാരുടെ വസ്ത്രത്തിന്മേലും തളിച്ചു. അഹ്റോനെയും അവൻ്റെ വസ്ത്രത്തെയും അവൻ്റെ പുത്രന്മാരെയും പുത്രന്മാരുടെ വസ്ത്രങ്ങളെയും ശുദ്ധീകരിച്ചു. അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും മോശെ പറഞ്ഞതെന്തെന്നാൽ, മാംസം നിങ്ങൾ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് പാകം ചെയ്ത് അഹ്റോനും പുത്രന്മാരും അത് തിന്നേണമെന്ന് എനിക്ക് കൽപ്പനയുണ്ടായതുപോലെ അവിടെ വെച്ച് അതും കരപൂരണത്തിൻ്റെ കുട്ടയിലിരിക്കുന്ന അപ്പവും തിന്നുവിൻ. മാംസത്തിലും അപ്പത്തിലും ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. നിങ്ങളുടെ കരപൂർണ ദിവസങ്ങൾ തികയുവോളം നിങ്ങൾ 7 ദിവസത്തേക്ക് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. 7 ദിവസം അവൻ നിങ്ങൾക്ക് കരപൂരണം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഇന്ന് ചെയ്തതുപോലെ ഇനിയും ചെയ്യേണ്ടതിന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ മരിക്കാതിരിപ്പാൻ 7 ദിവസം രാവും പകലും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ പാർത്ത് യഹോവയുടെ കൽപ്പന അനുസരിക്കണം. ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ച സകല കാര്യങ്ങളെയും അഹ്റോനും അവൻ്റെ പുത്രന്മാരും ചെയ്തു. ഇവിടെ ഇന്നത്തേക്കുള്ള തിരുവചന വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. വായിച്ചു കേട്ട തിരുവെഴുത്തുകളാൽ ദൈവം നമ്മേവരെയും അതിസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.